ഇടുക്കി ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ടെന്ന ആരോപണത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസും ബി.ജെ.പിയും ഈ ആരോപണം ഉന്നയിക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടത്തിയ പരിശോധനയിൽ ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം 215 ഇരട്ട വോട്ടുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. KPCCയുടെ മീഡിയ വക്താവ് സേനാപതി വേണുവാണ് വീണ്ടും ഈ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10,000-ലധികം ആളുകൾക്ക് 2 സംസ്ഥാനത്തും വോട്ടുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസമില്ല, റേഷൻ കാർഡില്ല, മറ്റ് യാതൊരുവിധ രേഖകളും ഇല്ലാത്തവരെ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ആ സർട്ടിഫിക്കറ്റുകളുടെ മറവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ്. കഴിഞ്ഞ തവണ ഉയർന്ന ആരോപണത്തിൽ ഏതാണ്ട് 215 പേർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ 115 പേരാണ് നേരിട്ട് ഹാജരായത്. ഇതിൽ 30 പേർ തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന്, കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. 70 പേർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ തന്നെ തുടരാനുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അടക്കം വ്യാജമായി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ വ്യാജമായി നൽകിക്കൊണ്ട് 10,000-കണക്കിന് വോട്ടുകൾ ഉടുമ്പൻചോലയിൽ ചേർത്തിട്ടുണ്ട് എന്നൊരു ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ഇലക്ഷൻ കമ്മീഷൻ നടത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇടുക്കിയിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.